നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ പ്രശംസിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വരുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിച്ചതിനാണ് ആർലേക്കറെ ഗോവിന്ദൻ പ്രശംസിച്ചത്. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ നയപ്രഖ്യാപനം അടിമുടി മാറുന്നു കേരളം എന്ന ലേഖനത്തിലാണ് പരാമർശം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഊന്നൽ നൽകിയുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് കഴിഞ്ഞ 17-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടത്തിയത്. മുൻ ഗവർണറിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കാൻ പുതിയ ഗവർണർ തയ്യാറായി. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഗവർണർ തയ്യാറായില്ല എന്നത് സ്വാഗതാർഹമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഗവർണറുടെ ഭാഗത്തു നിന്നും സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ലേഖനത്തിൽ ഗോവിന്ദൻ പറഞ്ഞു. ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ ഗവർണർ കഴിഞ്ഞ വർഷം പോലും 1.5 മിനിറ്റ് മാത്രം വായിച്ച് നയപ്രഖ്യാപനത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിച്ച കാര്യം പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന്റെ ആദ്യ ദിവസം 2 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഗവർണർ വരച്ചിട്ടത് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ്. മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത വികസിത രാഷ്ട്രങ്ങൾക്ക് പോലും അപ്രാപ്യമായ ലക്ഷ്യത്തിലേക്കാണ് കേരളം മുന്നേറുന്നത്. നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നവ ഉദാരവാദ നയങ്ങൾ തള്ളിക്കളഞ്ഞ് പ്രായോഗിക ബദലുകൾ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ഇത് ബോധപൂർവ്വം മറച്ചുവെച്ച് കേന്ദ്ര വിമർശനം കേരള സർക്കാർ മയപ്പെടുത്തിയെന്ന ആഖ്യാനമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയത്. കേന്ദ്ര ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട പ്രസക്തമായ കാര്യങ്ങൾ സഭ്യമായ ഭാഷയിൽ നയപ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സഭ്യതരമായ ഭാഷയിൽ അന്തിച്ചർച്ചയിൽ എന്ന പോലെ നയപ്രഖ്യാപന പ്രസംഗം തരം താഴ്ത്തണമെന്നാണെങ്കിൽ അത് LDF സർക്കാരിന്റെ നയമല്ലെന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലയ്ക്കൊപ്പം രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ചിരുന്നു. രാജ്ഭവൻ ക്യാമ്പസിലെ പ്രകൃതി സൗന്ദര്യം മുഖ്യമന്ത്രി പരാമർശിച്ചപ്പോൾ ഇനി മുതൽ പ്രഭാത നടത്തം രാജ്ഭവനിലായാലോ എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ക്ഷണിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് എന്നും പ്രഭാത സവാരിയാകാം, താനും ഒപ്പം കൂടാമെന്ന് ഗവർണർ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മറുപടി ചിരിയിലൊതുക്കി. ഗവർണർക്ക് കൈനിറയെ സമ്മാനങ്ങളുമായാണ് മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രിയെ ഷോളണിയിച്ചു സ്വീകരിച്ച ഗവർണർ ഉപഹാരമായി കഥകളി ശില്പവും നൽകി. കൂടിക്കാഴ്ച 25 മിനിറ്റോളം നീണ്ടു. 3 വർഷത്തിനിടെ ആദ്യമായാണ് രാജ്ഭവനിൽ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലൊരു സന്ദർശനം. അതേസമയം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെയും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് VSന്റെ വസതിയിൽ എത്തിയായിരുന്നു സന്ദർശനം. കുടുംബാംഗങ്ങളെ കണ്ട് അച്യുതാനന്ദന്റെ ആരോഗ്യ വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. തന്റെ കോളേജ് പഠനകാലം മുതൽ VSനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും മാതൃകാപരമായ പൊതുജീവിതം നയിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്നും ഗവർണർ സന്ദർശന ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവർണറായി എത്തിയപ്പോൾ അദ്ദേഹത്തെ നിർബന്ധമായും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹത്തെയും കുടുംബത്തെയും കാണാനും സംസാരിക്കാനും സാധിച്ചു. അനാരോഗ്യം കൊണ്ട് VSന് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹവുമായി ആശയവിനിമയം നടത്താനായി. അദ്ദേഹം ആരോഗ്യവാനായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആർലേക്കർ കൂട്ടിച്ചേർത്തു. UGC ബില്ലിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും ഗവർണർ നിലപാട് വ്യക്തമാക്കി. കരട് നയമാണ് ഇപ്പോൾ പുറത്തു വന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ടെന്നും ചർച്ചകൾക്കുള്ള ഇടമുണ്ടെന്നും വ്യക്തമാക്കി.